ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് എനിക്ക് 34 വീക്കിൻ്റെ ചെക്കപ്പും സ്കാനിങ്ങും ഉള്ള ദിവസമായിട്ട്. അപ്പോൾ ചെക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു GP ഉണ്ട്. GP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ ഒരു ക്ലിനിക്ക് പോലെ. അപ്പോൾ അവിടെ എനിക്കായിട്ട് തന്നെ ഒരു മിഡ് വൈഫുണ്ട്. പുള്ളിക്കാരിയുടെ വക ഒരു ചെക്കപ്പാണ് ഇന്നുള്ളത്. അത് മിക്ക വീക്കിലും എനിക്ക് ഉള്ളതാണ്. അപ്പോൾ ഇന്ന് 34 വീക്കിൻ്റെ ചെക്കപ്പ് ഇവിടെ 11 മണിക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. സ്കാനിങ്ങും ഉണ്ട്, പിന്നെ കൺസൾട്ടേഷനും ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു കുഞ്ഞി വ്ളോഗാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് പറ്റുന്ന രീതിയിൽ കവർ ചെയ്യാൻ പറ്റുന്നത്രയും ഞാൻ കവർ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഉണ്ണിച്ചൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഉണ്ണിച്ചൻ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മാക്സിമം വീഡിയോസ് ഇതിൻ്റെ അകത്ത് കവർ ചെയ്തിടാൻ നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മിഡ് വൈഫിൻ്റെ അപ്പോയിൻമെൻ്റ് ഉള്ള ദിവസം നമുക്ക് യൂറിൻ്റെ സാമ്പിൾ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് വേണം പോകാൻ. അങ്ങനെ ഞാൻ യൂറിൻ്റെ സാമ്പിളൊക്കെ എടുത്ത് ഞാനും ഉണ്ണിച്ചനും നേരെ റെഡിയായി ഇറങ്ങി. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ GP. അതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് പോകുന്നത്. നല്ല വെയിലായിരുന്നു. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വെയിലാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നടന്ന് GP. അങ്ങനെ ഞങ്ങൾ മിഡ് വൈഫിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. മിഡ് വൈഫിൻ്റെ പേര് മിഷേൽ എന്നാണ് കേട്ടോ. ഇതാട്ടോ എൻ്റെ മിഡ് വൈഫ്. അപ്പോൾ മിഡ് വൈഫ് കുഞ്ഞിൻ്റെ ഹെഡ് വെയിറ്റ് ചെക്ക് ചെയ്യുന്ന രംഗമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ റിപ്പോർട്ട് ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് ഇവൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനും ഉണ്ണിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ ഞങ്ങൾ GP പോയി നേരെ വീട്ടിൽ വന്നു കേട്ടോ. ഇനി നമുക്ക് 4 മണിക്കാണ് സ്കാനിങ്ങിന് തന്നേക്കുന്നത്. അത് ഇവിടെ നിന്ന് ഏകദേശം ഒരു കുറച്ച് ദൂരമുണ്ട്. അപ്പം ഇപ്പം ടൈം എന്ന് പറയുന്നത് 12 മണി ആയതേ ഉള്ളൂ, 12 മണി ആവുന്നതേ ഉള്ളൂ. അപ്പം ഇത്തിരി നേരത്തെ പോകാമെന്ന് വെച്ചിട്ട് തന്നെയാണ്. ആ സമയത്ത് സ്കൂള് വിടുമ്പോൾ നല്ല ബ്ലോക്കായിരിക്കും റോഡൊക്കെ. അപ്പം ഇച്ചിരി നേരത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടെൻഷൻ കുറഞ്ഞു കിട്ടുമല്ലോ. അപ്പം അതുകൊണ്ട് എല്ലാം കഴിച്ചിട്ട് പയ്യെ ഇറങ്ങാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ സ്കാനിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങാമെന്ന് വെച്ചു. അല്ലെങ്കിൽ ഈ സ്കൂൾ വിടുന്ന ടൈമൊക്കെ ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരു തവണ അങ്ങനെ ഞങ്ങൾക്ക് ബ്ലോക്ക് കിട്ടി. ഞങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റിയില്ല. അപ്പം അന്നേരം ഉണ്ണിച്ചന് സ്കാനിങ് മിസ്സായായിരുന്നു. കുഞ്ഞിനെ കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാരണം ഉണ്ണിച്ചൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്ന ടൈമിൽ എന്നെ സ്കാനിങ്ങിന് കയറ്റിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കരുതി നേരത്തെ ഇറങ്ങാമെന്ന് കരുതി. ഇത് കണ്ടോ ഗൈസ്, ഞാനൊരു സൂത്രം കാണിച്ചു തരാവേ. ഞങ്ങളുടെ കാർ പാർക്കിങ്ങിലുള്ളതാണേ. സൂത്രം കാണിച്ചു തരാം. പ്ലം ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇത് പഴുത്തിട്ടില്ല. ഇങ്ങനെ പിന്നെ ഇഷ്ടംമാതിരി ഉണ്ടായി കിടപ്പുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. ബ്ലാക്ക്ബെറി കണ്ടാ ഗൈസ്. ബ്ലാക്ക്ബെറിയുടെ കളറ് കണ്ട ആക്രാന്തത്തിൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. എൻ്റെ പൊന്ന് ഗൈസ്, ഭയങ്കര പുളിയായിരുന്നു. പുളിയെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരുമാതിരി പുളിയായിരുന്നു കേട്ടോ. അത് ഇറങ്ങിപ്പോയപ്പോഴാണ് എനിക്ക് സമാധാനമായേ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കാറിൽ കയറി കഴിഞ്ഞാൽ പാട്ടൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തായിരിക്കും കേട്ടോ യാത്ര ചെയ്യാറ്. അങ്ങനെ ഇതാട്ടോ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ പേര് റോയൽ ഡെർബി എന്നാണ്. ഒത്തിരി ഫ്രണ്ട്സ് ഞങ്ങളോട് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ സെലക്ട് ചെയ്തൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ മിഡ് വൈഫ് നമ്മളോട് തുടക്കത്തിലേ ചോദിക്കുക ഏത് ഹോസ്പിറ്റലാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ടൈമിൽ കുറേ ഫ്രണ്ട്സ് പറഞ്ഞതിനനുസരിച്ച് ഞങ്ങൾ സജസ്റ്റ് ചെയ്ത ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ ഇത്. അപ്പം ഇങ്ങോട്ടേക്കാണെങ്കിലും നമുക്ക് ബസ് സർവീസ് ഉണ്ട് കേട്ടോ. ഓരോ തവണ സ്കാനിങ്ങിന് പോകുമ്പോൾ എന്താ പറയുക, നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആട്ടോ. കാരണം കുഞ്ഞിനെ കാണാമല്ലോ, ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആട്ടോ ഞങ്ങൾ രണ്ടുപേരും പോവാറുള്ളത്. കാണുമ്പോൾ തിരക്കില്ല എന്നൊക്കെ കരുതും, പക്ഷേ നല്ല വെയിറ്റിംഗ് ആയിരുന്നു. കാരണം ഒത്തിരി പേര് സ്കാനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ ഫൈനലി കുഞ്ഞിനെ ഞങ്ങൾ കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഇത് കണ്ടോ ഗൈസ്, ഇത് ആപ്പിളാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ആപ്പിളിൻ്റെ സീസണൊക്കെ ആയി തുടങ്ങി. ഇത് ഹോസ്പിറ്റലിൻ്റെ അവിടെ ഇഷ്ടംമാതിരി ഇങ്ങനെ ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. ഇത് പഞ്ചാബികളുടെ ഒരു അമ്പലം പോലൊരു സംഭവമാണ്, ഗുരുദ്വാര എന്ന് പറയും. ഞങ്ങൾ നേരത്തെ സ്കോട്ട്ലൻഡിൽ വെച്ച് പോയിട്ടുള്ളതാണ്. നല്ല രസമാണ് അതിൻ്റെ അകം കാണാനായിട്ട്. അതുപോലെ തന്നെ നല്ല ഒരു പ്രസാദവും ഒക്കെ അവിടെ നിന്ന് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് അതിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.